പിങ്ക് സോൾട്ട് അല്ലെങ്കിൽ ഹിമാലയൻ സോൾട്ട് ആണ് ശരീരത്തിന് ഏറ്റവും നല്ലത്. ഇത് ശരിയാണോ തെറ്റാണോ? പല ആളുകളും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഉപ്പ് എന്ന് പറയുമ്പോൾ അത് സോഡിയം ക്ലോറൈഡ് ആണ്. അതായത് സോഡിയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അമിതമായി കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ റിട്ടൻഷൻ ഉണ്ടാവും. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറയില്ലേ, അത് തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ ധാരാളം ഉപ്പുണ്ടെങ്കിൽ അവിടെ ബ്ലഡിന്റെ വോളിയവും കൂടും. അതായത് അവിടെ വാട്ടർ അബ്സോർപ്ഷൻ കൂടുകയും വെസൽസിൽ കൂടുതൽ ബ്ലഡ് വരികയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ രക്തധമനികളിൽ പ്രഷർ കൂടും. അപ്പൊ അമിത രക്തസമ്മർദ്ദത്തിലോട്ട് പോകും. അമിത രക്തസമ്മർദ്ദം കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം നിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ ഹാർട്ട് അത് വീക്കാവും. കാരണം ഹാർട്ടും അത്ര അധികം പ്രസ് ചെയ്യണം, എന്നാൽ മാത്രമേ ബ്ലഡ് എല്ലാ സ്ഥലങ്ങളിലോട്ടും എത്തുള്ളൂ. അപ്പൊ ഹാർട്ട് വീക്ക് ആവുന്ന സമയത്ത് എന്ത് പറ്റും? അത് ഹാർട്ട് അറ്റാക്കിലോട്ടും സ്ട്രോക്കിലോട്ടും ഹാർട്ട് ഫെയിലിയറിലോട്ടും പോകാം. അപ്പം ഒരൊറ്റ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, ഉപ്പ് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ പിങ്ക് ആണോ വൈറ്റ് ആണോ എന്നുള്ള കളറിലല്ല ഇമ്പോർട്ടന്റ്, അതിനകത്തുള്ളത് എന്താണ്? സോഡിയം ക്ലോറൈഡ് ആണ്. ഇനി ഹിമാലയൻ സോൾട്ടിൽ പൊട്ടാസ്യം കൂടുതലാണ്, അതുപോലെ മെഗ്നീഷ്യം കൂടുതലാണ്, അതുകൊണ്ട് ആരോഗ്യത്തിന് നല്ലതാണ്, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പല കമ്പനികളും വിൽക്കാൻ വേണ്ടി ഇതാണ് ചെയ്യുന്നത്. ശരിക്കും അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഹിമാലയൻ സോൾട്ടിലും പിങ്ക് സോൾട്ടിലും ഉള്ള പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ 0.2 മില്ലിഗ്രാം പൊട്ടാസ്യമാണ്. ഒരു പഴത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 400 മില്ലിഗ്രാം പൊട്ടാസ്യമാണ്. അപ്പം നമുക്ക് അത്രയും പൊട്ടാസ്യം നമുക്ക് കിട്ടണമെങ്കിൽ ഏകദേശം 2000 ടീസ്പൂൺ ഉപ്പ് കഴിക്കണം. അതൊരിക്കലും ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ പൊട്ടാസ്യവും മെഗ്നീഷ്യവും കിട്ടാൻ വേണ്ടിയല്ല നമ്മൾ ഉപ്പ് കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്നത് ടേസ്റ്റിന് വേണ്ടി മാത്രം. ഒരു ടേബിൾ സ്പൂൺ ആണ് 5 ഗ്രാം. അതിൽ കൂടുതൽ ഒരു കാരണവശാലും ഉപയോഗിക്കരുതെന്നാണ് WHO പറയുന്നത്. പക്ഷെ നമ്മൾ കഴിക്കുന്ന പാക്കറ്റ് ഫുഡ്സിലും പിക്കിൾസിലും സോസസിലും അതുപോലെ എല്ലാ മിക്സർ, ചിപ്സ് പോലുള്ള എല്ലാ സാധനത്തിലും പപ്പടത്തിലും എല്ലാം ഉപ്പ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ദിവസം ഉപയോഗിക്കുന്ന ഉപ്പുകൾ ഇതിനെക്കാട്ടും കുറയ്ക്കണം. ലോകാരോഗ്യ സംഘടനയുടെ പഠനം അനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഉപ്പ് 3 ടൈംസ് ഹയർ ആണെന്നാണ് പറയുന്നത്. സാധാരണ റെക്കമെൻഡ് ആയിട്ടുള്ള 5 ഗ്രാം ആണെങ്കിൽ 15 ഗ്രാമിന് അടുപ്പിച്ചാണ് കുട്ടികൾ ഉൾപ്പെടെ ഉപ്പ് കഴിക്കുന്നത്. ഇത് വളരെ കാര്യമായിട്ട് എടുക്കേണ്ടതാണ്. ഉപ്പ് ഏത് കളറാണെന്നല്ല ഇമ്പോർട്ടന്റ്, നമ്മൾ ലിമിറ്റ് ചെയ്യുന്നതിനാണ് കാര്യം. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.